നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് കേരള രാഷ്ട്രീയം. ഈ ഘട്ടത്തിൽ CPIM-ൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി നമ്മളോടൊപ്പം ചേരുകയാണ്. മാത്രവുമല്ല, നിലമ്പൂർ LDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു മണ്ഡലമാണ്. ഈ ഘട്ടത്തിലാണ് നമ്മളോടൊപ്പം MA ബേബി ചേരുന്നത്. സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലമ്പൂർ രാഷ്ട്രീയ പ്രാധാന്യമേറെയുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ചും ഇടതുമുന്നണിയെ വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ പുറത്തേക്ക് പോയതിനു ശേഷം നടക്കുന്നൊരു തെരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് നിലമ്പൂരിലെ സാഹചര്യത്തെ കാണുന്നത്? നിലമ്പൂർ മാത്രമല്ല, കേരളത്തിലെ ഓരോ അസംബ്ലി നിയോജക മണ്ഡലവും വളരെ പ്രധാനമാണ്. CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു എന്ന ഒരു സവിശേഷതയുണ്ട്. CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ നല്ല നിലയിൽ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏതു സമയത്തും ഇലക്ഷനെ നേരിടാനുള്ള സർവ്വസജ്ജീകരണങ്ങളോടും കൂടിയാണ് LDF നിൽക്കുന്നത്. സ്ഥാനാർത്ഥി ഈ സാധാരണഗതിയിൽ ഇടതുമുന്നണിയാണ് ആദ്യം പ്രഖ്യാപിക്കാറ്. പക്ഷേ നിലമ്പൂരിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായാണോ ആദ്യം പ്രഖ്യാപിച്ചില്ല, UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു? എപ്പോഴേക്ക് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകും? ഇക്കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ LDF കൺവീനറും CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷുമാണ് പറയേണ്ടത്. ഞാൻ ഇന്ന് വെളുപ്പാങ്കാലത്ത് ഒഡീഷയിലെ ചില പരിപാടി കഴിഞ്ഞ് കോഴിക്കോട് എത്തിയതേ ഉള്ളൂ. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറുമെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഉചിതമായ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവും. അതിൽ കൂടുതൽ ഈ സമയത്ത് പറയുന്നത് ഉചിതമല്ല. മറ്റൊന്ന്, PV അൻവർ ഒരു വലിയ രീതിയിൽ സർക്കാരിനും CPM-നും ഇടതുമുന്നണിക്കും വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോഴദ്ദേഹം ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന് വെല്ലുവിളിക്കുന്നു. അല്ലെങ്കിൽ UDF-ൽ ചേർത്തില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? മാന്യ സുഹൃത്ത് ശ്രീ അൻവർ എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം UDF-ൽ ചേരും എന്ന് കേട്ടു. പല പാർട്ടികളിലും ചേരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടു. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും തൃണമൂലിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളതായി അറിയുന്നത്. തൃണമൂൽ UDF-ൻ്റെ ഭാഗമല്ല. അപ്പോൾ എങ്ങനെയാണ് ശ്രീ അൻവറും UDF-ഉം സഹകരിക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. അദ്ദേഹം ബന്ധപ്പെടുന്ന പാർട്ടികൾക്കെല്ലാം ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീ അൻവർ അദ്ദേഹത്തിന് തന്നെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, അങ്ങ് പറഞ്ഞു UDF-ന് പ്രശ്നമായി. ഇപ്പോൾ ഏതായാലും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇടതുമുന്നണിക്ക് നിലമ്പൂരിൽ വിജയപ്രതീക്ഷയാണെന്ന് CPIM നേതാക്കളെല്ലാം പറയുന്നു. എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം? അങ്ങ് വളരെ ശാസ്ത്രീയമായി ഇതിനെ പഠിക്കുന്ന ഒരാളാണ്. അല്ല, നിലമ്പൂരെന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിന് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ പണ്ടൊരു UDF മണ്ഡലമാണത്. UDF മണ്ഡലം എന്ന് പറയുമ്പോഴും നിലമ്പൂരുമായി ബന്ധപ്പെട്ട് എന്നെപ്പോലുള്ള വിദ്യാർത്ഥി പ്രവർത്തകർക്കുള്ള ഓർമ്മ കുഞ്ഞാലിയുടെ മണ്ഡലമാണ് നിലമ്പൂർ എന്നുള്ളതാണ്. അതിൽ നിന്ന് ആ കാലത്ത് നിന്ന് പല മാറ്റങ്ങളും നിലമ്പൂർ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഏറനാടിൻ്റെ മണ്ണിലെ വീരനായനായിരുന്നു സഖാവ് കുഞ്ഞാലി. ആ സഖാവ് കുഞ്ഞാലി വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ആ വധത്തിന് പിന്നിൽ ആരാണ്? മാർക്സിസ്റ്റ് അക്രമമെന്ന് കെട്ടുകഥ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ നിന്നിട്ടാണ് ആ ഭാഗത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതുല്യനായ പോരാളി നേതാവും ജനപ്രതിനിധി ഈ നിലയിലെല്ലാമുള്ള സഖാവ് കുഞ്ഞാലിയെ വകവരുത്തിയത്, കൊന്നുവീഴ്ത്തിയത്. അപ്പം ആ ഓർമ്മകളുള്ള ആ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ജനസ്വാധീനമുള്ള മണ്ഡലമാണ്. നിലമ്പൂർ ഐഷയെപ്പോലെയുള്ള സാംസ്കാരിക രംഗത്തെ വലിയ സാന്നിധ്യങ്ങൾ നിലമ്പൂരുമായിട്ട് ബന്ധപ്പെട്ടു. നിലമ്പൂർ ബാലൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലെന്ന് ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യമുള്ളൊരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ. ഇടക്കാലത്ത് മറിച്ച് UDF-ഉം മുസ്ലിം ലീഗും ഒക്കെ ആയിട്ടുള്ള ഐക്യത്തിൻ്റെ ഭാഗമായി അവർക്ക് ചില മേൽക്കൈ നിലനിർത്താൻ കുറഞ്ഞ കാലത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തിരുത്തിക്കൊണ്ടാണ് തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ സ്വതന്ത്രം നിർത്തി ഉൾപ്പെടെ ജയിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ആ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുമുണ്ട്. അത് LDF-ന് വലിയൊരു കരുത്താണ്. ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു ചോദ്യമാണ്. ശശി തരൂർ ഈ സിന്ദൂർ വിശദീകരിക്കാൻ പോകുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ
കോൺഗ്രസിൻ്റെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല ഘട്ടങ്ങളിലായി. അങ്ങ് ദേശീയ രാഷ്ട്രീയം, ഈ സർവ്വദേശീയ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്ന ഒരാളാണ്. ഇതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ശശി തരൂർ ഇതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടേണ്ടതുണ്ടോ? മാത്രവുമല്ല, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തു നിന്നുള്ളവർ പോകുന്നുണ്ട്, പക്ഷേ അവർക്കാർക്കും നേരിടേണ്ടി വരാത്ത രീതിയിലുള്ള ആക്രമണം നേരിടുന്നു. അതിൽ ഒന്നാമതായി ഈ വിഷയം BJP ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് കൈകാര്യം ചെയ്തതിൽ വലിയ അപാകതകളുണ്ടെന്നുള്ള വിമർശനമാണ് CPIM ഒന്നാമതുള്ളത്. ഒരു പാർട്ടിയുടെ പ്രതിനിധി ആരാവണം എന്നുള്ള കാര്യം, പാർട്ടി പ്രതിനിധി അയക്കണമോ എന്നുള്ള കാര്യം, ഇതെല്ലാം ഓരോ പാർട്ടികളോട് ചർച്ച ചെയ്യുന്നതാണ് ഭരണപക്ഷികൾ പിന്തുടരേണ്ട മാന്യമായ ജനാധിപത്യപരമായ സമീപനം. ഇതിൽ വലിയ വീഴ്ച BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവർക്കൊരു പാർട്ടിയോട് സൂചിപ്പിക്കാം, ഇന്ന ആളുകൾക്കാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും, നിങ്ങളും അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ ഒരു ജനാധിപത്യ സമീപനം മോഡി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ നിലപാടുകൾ വിശദീകരിക്കാനുള്ള ശശി തരൂരിൻ്റെ പ്രാപ്തിയെ ആരും ചോദ്യം ചെയ്യില്ല. കാര്യം അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഭാഷാ പാണ്ഡിത്യമുള്ള, ബഹുഭാഷാ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എപ്പോഴും താൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ നിലപാട് തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ നിലപാട് വേണം പറയാൻ. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ശശി തരൂരിനെ സംബന്ധിച്ചുകൊണ്ട്, അപ്പോൾ ശശി തരൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളിൽ അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല എന്ന് പറയാൻ കഴിയില്ല. കോൺഗ്രസ് ഇത് കൈകാര്യം ചെയ്തതിനകത്തും പോരായ്മകളുണ്ട്. പോരായ്മകൾ തുടങ്ങുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ് ഇത് കൈകാര്യം ചെയ്തതിലാണ്. ഈ സന്ദർഭത്തിൽ ഒന്നാമതായി വേണ്ടിയിരുന്നത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുകയായിരുന്നു, ജനപ്രതിനിധികളുടെ വിശ്വാസമെടുക്കുകയായിരുന്നു. ഇതൊന്നും ചെയ്യാതെയാണ് നരേന്ദ്രമോദി സർക്കാർ ഇക്കാര്യം കൈകാര്യം ചെയ്തു പോകുന്നത്. ആ വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് CPIMൻ്റെ പ്രതിനിധിയെ ഇതിനകത്ത് പങ്കെടുക്കാൻ CPIM ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചത്. സഖാവിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ആക്രമണം നടക്കുന്നുണ്ട്. ഒരു സിനിമയ്ക്ക് ഒരു ആശംസ ഇട്ടതിൻ്റെ പേരിലാണ് ആക്രമണം. സഖാവ് അതിൽ ചില നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ സംസ്കാരം ശരിയാണോ എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഇടത് ഹാൻഡിൽസ് എന്ന് തോന്നിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലാണ് ഇത്തരം പ്രചരണം നടക്കുന്നത്. സഖാവിൻ്റെ അതിൻ്റെ ഒരു നിലപാട്. സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ തോതിലുള്ള സ്വാതന്ത്ര്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവർക്ക് നൽകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ സംഭാഷണം ചാനലിൻ്റെ എഡിറ്ററും കൂടെ അനുവദിച്ചാൽ മാത്രമേ വരികയുള്ളൂ. ചാനലിൻ്റെ എഡിറ്റർ അനുവദിക്കൂ എന്നുള്ള ധൈര്യത്തിലാണ് എടുത്തിട്ടുള്ളത്. ശ്രീകണ്ഠൻ നായർ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹവും അനുകൂലമായ നിലപാടുകൾ. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും എഡിറ്ററാണ്. അപ്പം ആർക്കും ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ നൽകുന്ന വലിയൊരു സാധ്യതയാണ്. അതിനെ ഞാൻ മാനിക്കുന്നു. എന്നാൽ ഈ സാധ്യത സംസ്കാരസമ്പന്നമായും നിലവാരം പുലർത്തിക്കൊണ്ടും പ്രതിപക്ഷ ബഹുമാനത്തോടും ഇരുപക്ഷത്തെയും നിലപാടുകൾ എന്തായിരിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടും മാനവിക മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടും വേണം ഉപയോഗിക്കാൻ. ചില സമയത്ത് അത് കൂടാതെ ഈ സാമൂഹ്യ മാധ്യമം ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. എൻ്റെ നേരെ ഈ ആക്രമണങ്ങൾ വന്നതിനെല്ലാം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അഭിമുഖീകരിക്കുന്നത്. ആ വിമർശനങ്ങൾക്കകത്ത് നിന്ന് ഉൾക്കൊള്ളാനും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോരായ്മകളെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഞാൻ എപ്പോഴും തയ്യാറായിരിക്കും. ഈ സിനിമയുടെ സാഹചര്യം ശരിക്കും എന്തായിരുന്നു സർ? ഈ സിനിമയുടെ സാഹചര്യം സംബന്ധിച്ച് ആ സിനിമയുടെ സംവിധായകൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമത്തിലൂടെ എന്നെ ബന്ധപ്പെട്ടിട്ട് എൻ്റെ ആദ്യ സിനിമയാണ്, നിങ്ങളിതൊന്ന് കാണണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഡൽഹിയിലാണ്, ആ ഡൽഹിയിലുണ്ട് ഈ സിനിമ, അവിടെ കാണാനുള്ള ക്രമീകരണം ഞാൻ ഉണ്ടാക്കാം. അപ്പോഴൊന്നും ആരൊക്കെയാണ് ഈ സിനിമയിലുള്ളത്? ഈ നവാഗത സംവിധായകൻ്റെ ദേബു ഫിലിം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാനം. അപ്പം ഇങ്ങനെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട കലാകാരരോടൊക്കെ ഒരു അനുഭവം കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബലമോ ബലഹീനതയോ ആണ്. അവസാനം ഒടുവിൽ ഞാൻ സമ്മതിക്കുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആരൊക്കെയാണ് അതിനകത്തുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ആ സിനിമയ്ക്കകത്ത് ഈ സാമൂഹ്യ മാധ്യമങ്ങളെ ദ്രുവപ്പെടുത്തുന്നത് തന്നെയാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അതാണ് ഏറ്റവും കൗതുകരമായ ഒരു കാര്യം. അപ്പം വളരെ കൊള്ളൊക്കെ സൃഷ്ടിച്ച് ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ മമ്മൂട്ടിയുടെ വളരെ ശ്രദ്ധേയമായ ചില സിനിമകളുണ്ട്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അഭിനന്ദിക്കുന്നതേ കൊള്ളാം, സിനിമ കണ്ടോ, അതൊന്ന് കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ കാണാം. അങ്ങനെയാണ് അവസാനം പുഴു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു സിനിമ പിന്നെ OTTയിലാണ് കണ്ടത്. അതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇത് കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ആകെ പ്രതികരിച്ചത് ആ സംവിധായകൻ്റെ പേര് മാത്രമേ ഞാൻ പരാമർശിച്ചുള്ളൂ. അതെ, പ്രമേയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുള്ളൂ. അത് ഇങ്ങനെ വലിയൊരു വിവാദമായി തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ വലിയൊരു വിവാദമായി തീരുമെന്നുണ്ടായിരുന്നെങ്കിൽ
അത് ഒഴിവാക്കുക തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു വ്യക്തി മാത്രമല്ല, ഞാനൊരു സംഘടനയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തെ കൂടി വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയാക്കി അത് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. അതാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഞാൻ വ്യക്തമാക്കിയത്. അവസാനമായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ മലയാള പ്രേക്ഷകരോട്, നിലമ്പൂരിൽ ഉൾപ്പെടെയുള്ള വോട്ടർമാർ ഇത് കാണുകയാണ്, സഹാബൻ അഭ്യർത്ഥിക്കാം. കേരളത്തിൽ ഇപ്പോൾ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു തിരുത്തൽ വരുത്തിക്കൊണ്ടാണ് CPIM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ദശകക്കാലം അതിൻ്റെ ഭരണം സംസ്ഥാനത്ത് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഒരു വർഷം കൂടിയേ ഉള്ളൂ. എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ ഈ 9 വർഷക്കാലം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ബലം, എന്തൊക്കെയാണ് ഇതിൻ്റെ ദൗർബല്യം, ഇത് സത്യസന്ധമായി പരിശോധിക്കാൻ നിലമ്പൂരിലെ വോട്ടർമാർ തയ്യാറായാൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിന്, കേരളത്തിലെ LDF ഗവൺമെൻറ്റിന്, കേരളത്തിലെ ജനങ്ങൾ ഹൃദയം കൊണ്ട് നൽകുന്ന അംഗീകാരം ആവർത്തിക്കുന്ന ഒരു പ്രഖ്യാപനമായി LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കലാശിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനനുകൂലമായ അന്തരീക്ഷമാണ് നിലമ്പൂരിൽ ഇന്നുള്ളത്. ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം LDF അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ അഭിമാനകരമായ വിജയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടാവും. അത് തുടർന്ന് നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ആവർത്തിക്കും. അത് ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും തുടർഭരണത്തിന് ഒരു തുടർച്ച നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പാത വെട്ടിത്തെളിച്ചിട്ടുള്ള യാത്രയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ LDF വിജയം ഒരു നാഴികക്കല്ലായി മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. താങ്ക് യു. SKN വളരെ തിരക്കിനിടയിലാണ് ജനറൽ സെക്രട്ടറി നമ്മളോട് സംസാരിച്ചത്. തുടർ ഭരണത്തിൻ്റെ തുടർച്ചയ്ക്കുള്ള ഒരു അംഗീകാരമായി, അതിൻ്റെ ഒരു സൂചനയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം മാറും, ഇടതുമുന്നണി വിജയിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ജനറൽ സെക്രട്ടറി MA ബേബി. ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കരക്കൊപ്പം ദീപക് ധർമ്മടം, 24.